മംസ് ടോക്ക് വിത്ത് പി കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളെല്ലാവരും ഒരുപാട് കേട്ടേക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നാൽ നമുക്ക് വേണ്ടത്ര പരിചയമില്ലാത്ത ഒരു മേഖലയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തരമുള്ള വിഷാദരോഗം. എന്താണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ? എന്തൊക്കെയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷന് കാരണങ്ങൾ? എങ്ങനെ നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ തിരിച്ചറിയാം? ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കും? പാർട്ട്ണർക്കും ഫാമിലി മെമ്പേഴ്സിനും എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഏതവസ്ഥ വരെ പോകും? ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ. ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം 8 ആഴ്ച വരെയുള്ള സമയത്താണ് നമ്മൾ പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ട്രോമയിൽ കൂടിയാണ് അമ്മമാർ കടന്നു പോകുന്നത്. അപ്പം അവർ അതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തുന്നു. അതായത് അമിതമായിട്ടുള്ള ദേഷ്യം, അകാരണമായിട്ടുള്ള സങ്കടം, പിന്നെ ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, മുന്നേ ഉള്ള ആളല്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുക, കുഞ്ഞിനോടും ഫാമിലി മെമ്പേഴ്സിനോടും എസ്പെഷ്യലി പാർട്ട്ണറിനോടും ഒരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുക. ഇങ്ങനെ ഒരുപാട് ഇമോഷണൽ സിംറ്റംസിൻ്റെ ഒരു ബണ്ടിലാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ അറിയാം, നമുക്ക് ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, തൈറോയ്ഡ് അങ്ങനെയുള്ള ഒരുപാട് ഹോർമോൺസിൻ്റെ പ്ലേസ് പ്രഗ്നൻസിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം സഡൻ ഡ്രോപ്പാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു കാരണം. എല്ലാവർക്കും ഈ ഹോർമോണൽ ഡ്രോപ്പ് ഉണ്ടാവുന്നതാണ് ആഫ്റ്റർ പ്രഗ്നൻസി അല്ലേ. എന്തുകൊണ്ട് പിന്നെ എല്ലാവർക്കും പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ ഉണ്ടാവുന്നില്ല? ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ട്രിഗേഴ്സ് കൂടിയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷന് കാരണമാകുന്നതെന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. എന്നാൽ എക്സാക്ട്ലി 100% ഇതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷന്റെ റീസൺ എന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ച് പറയുന്നുമില്ല. ഇതിനെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിയിലും ഡെലിവറിയുടെ സമയത്തും ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ട്രോമാസ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള സ്ട്രെസ്, ആങ്സൈറ്റി, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ, അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇനഫ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് കെയർ ആ സമയത്ത് കിട്ടിയിട്ടില്ല, അവർക്ക് ഒരു ലോൺലിനെസ് ഫീലാണ് അവർ ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ളത് എങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ലൈക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, അവർക്ക് ജോലിയും പ്രഗ്നൻസിയും ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ അവരെടുക്കുന്ന ഓവർ ബർഡൻ, സ്ട്രെസ്, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക അമ്മമാർക്കും കുറച്ച് പീരീഡ് ഓഫ് ടൈമിൽ ചില ആങ്സൈറ്റിയും ടെൻഷനും പേടിയും അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷനെ കുറിച്ച് ഓർത്തിട്ടുള്ള ചെറിയ പാനിക് അറ്റാക്സ്, ഇതൊക്കെ ഒരു സാധാരണമായിട്ടുണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു 3 ആഴ്ച വരെ മാത്രം ആണ് ഈ സിംറ്റംസ് നീണ്ടു നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ ബേബി ബ്ലൂസ് എന്നാണ് പറയുക. എന്നാൽ ഈ 3 ആഴ്ചയിൽ കൂടുതൽ ഈ സിംറ്റംസ് നീണ്ടു നിൽക്കുകയും അതോടൊപ്പം തന്നെ ഈ സിംറ്റംസിൻ്റെ സിവിയോറിറ്റിയും ഫ്രീക്വൻസിയും കൂടിക്കൂടി വരികയാണെങ്കിൽ ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ നമ്മൾ മുന്നേ പറഞ്ഞ സിംറ്റംസിനൊക്കെ ഒന്നും കൂടെ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ സിവിയോറിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഒരു സിംറ്റംസ് എന്ന് വെച്ചാൽ ചില വ്യക്തികൾ ഇത് മന്ത്സ് ടു ഇയേഴ്സ് നീണ്ടു നിൽക്കാറുണ്ട്. 3 years 4 years വരെയൊക്കെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നീണ്ടു നിൽക്കുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ഇതിൻ്റെ മൂന്നാമത്തെ, അതിൻ്റെ ഏറ്റവും സിവിയർ ആയിട്ടുള്ളൊരു ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് വേണ്ടത്ര അറ്റൻഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ, ട്രീറ്റ്മെൻറ്റുകൾ ഒന്നും എടുക്കാതിരിക്കുകയും അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന ഒരു മെൻ്റൽ ഇൽനെസ്സിലോട്ട് ഇത് ലീഡ് ചെയ്യാറുണ്ട്. അപ്പം നമുക്കറിയാം സൈക്കോസിസ് എന്ന് പറയുന്നത് ഒരു ഉന്മത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതിനോട് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം അത് തന്നെ ആയിട്ടുള്ള ഒരു ഡിസീസിലോട്ട് നമ്മൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷെ അത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. കൂടുതലും വുമണ് ഈ ഒരു 2 അല്ലെങ്കിൽ 3 weeks കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് വന്നങ്ങ് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ചില വുമണിന് ഇത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പെർസിസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റോ മെഡിക്കേഷനോ അല്ലെങ്കിൽ തെറാപ്പീസോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മന്ത്സ് ടു ഇയേഴ്സ് കൊണ്ട് അവർ അതിനകത്ത് നിന്ന് ഓവർകം ചെയ്യും. വളരെ റെയർ ആയിട്ടുള്ള വളരെ ചെറിയ പെർസെൻറ്റേജ് ആളുകൾക്ക് ഇത് പോസ്റ്റ്പാർട്ടം സൈക്കോസിസിലോട്ട് പോകാറുണ്ട്. നമ്മൾ
നമ്മളിപ്പം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ 3 സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞു. ആ ഓരോ സ്റ്റേജസിലും മീൻസ് കാണപ്പെടുന്ന ആ സിംറ്റംസിൻ്റെ സിവിയറിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ കാണപ്പെടുന്ന മേജറായിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള പേടി. അതായത് കുഞ്ഞിനെ എടുക്കാൻ പേടിയായിരിക്കും, കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പേടിയായിരിക്കും, കുഞ്ഞൊന്ന് വൊമിറ്റ് ചെയ്താലോ കുഞ്ഞ് കരഞ്ഞാലോ ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പേടിയായിരിക്കും. അത് ചിലപ്പോൾ പാനിക് അറ്റാക്സിലോട്ട് എത്തിപ്പെടും. പാനിക് അറ്റാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ചില പ്രത്യേക രീതിയിൽ റിയാക്ട് ചെയ്യും. അതായത് പാൽപിറ്റേഷൻ, ഹാർട്ട് ഭയങ്കര കൂടുതലായിട്ട് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യുക, എക്സസൈസായിട്ട് സ്വെറ്റ് ചെയ്യുക, ശ്വാസം നിന്നു പോകുന്നത് പോലെ തോന്നുക, ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങ് ഒരു സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥ, അനങ്ങാൻ പോലും മേലാതെ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് പാനിക് അറ്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്മമാർ ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലുള്ള അമ്മമാർക്ക് ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പാനിക് അറ്റാക്സ് അവർ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സങ്കടം, ഏത് സമയവും കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുക, അവരെ തന്നെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ചത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടല്ല എന്നവർക്ക് തോന്നുക, സെൽഫ് കെയറുകളൊന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുക, അവർ റെഗുലറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും മരുന്നുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ റിലക്റ്റൻ്റ് ആവുക, പിന്നെ ഫുഡിനോട് അങ്ങനെ എല്ലാത്തിനോടും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുക, ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും ദേഷ്യപ്പെടുക, മൂത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോട് പോലും അവർക്ക് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുക, ഫാമിലി മെമ്പേഴ്സിനോടും എസ്പെഷ്യലി പാർട്ട്ണറിനോടൊക്കെ അവരൊരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ട് അവർ കുഞ്ഞിനെ ചിലപ്പോൾ അവോയ്ഡ് ചെയ്ത് കളയും. കുഞ്ഞിൻ്റെ ഒരു കെയറും അവർ അറ്റൻഡ് ചെയ്യാതെ, ഈവൻ ഫീഡ് പോലും ചെയ്യാതെ, കുഞ്ഞിൻ്റെ കെയറുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യാതെ അവർ അവർ വേറൊരു ലോകത്തിൽ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് മൂഡിലായിരിക്കും. അവരതിനൊരു ആൻസർ തരില്ല. കാരണം അവർക്കതിന് പ്രോപ്പറായിട്ടൊരു ആൻസർ തരാനായിട്ട് അവർക്ക് തന്നെ അറിയത്തില്ല. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു, അവരുടെ മനസ്സിൽ കൂടി എന്തൊക്കെയോ കടന്നു പോകുന്നു. അങ്ങനെ ഒരുപാട് സിംറ്റംസിൻ്റെ ഒരു കൂട്ടമാണ് ഈ പോസ്റ്റ്നാറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ചില പ്രത്യേക സിറ്റുവേഷനിൽ അമ്മമാർ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഫോം ഓഫ് സിംറ്റംസ് ആണ്. സൂയിസൈഡൽ ടെൻഡൻസി തോന്നുക, കുഞ്ഞിനെ ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക, ഈ കുഞ്ഞാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തോന്നിയിട്ട് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് തോന്നുക. നമ്മൾ പല ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാർ കുഞ്ഞിനെ ഹാം ചെയ്തതായിട്ടും സെൽഫ് ഹാം ചെയ്തതായിട്ടും ഒക്കെ. അതൊക്കെ അൺഐഡൻറ്റിഫൈഡ് കേസസ് ഓഫ് പോസ്റ്റ്നാറ്റൽ ഡിപ്രഷനാണ്. ആർക്കും മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു കാര്യം ഇങ്ങനെയാണ്. അവൾക്ക് പോസ്റ്റ്നാറ്റൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനകത്തുനിന്ന് സേഫായിട്ട് റിക്കവർ ആയതിനു ശേഷം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യമാണ്. അവൾക്ക് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ അവളുടെ ഫീൽ എന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്കിനകത്ത് പോയിസണാണ്. അപ്പോൾ ആ പോയിസൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അപകടം ഉണ്ടാകും. അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പേടിയാണ്. അതൊരു കാര്യം. പിന്നെ മറ്റൊന്ന്, ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടപ്പം അതിനകത്തൊരു ഡോക്ടർ ഇങ്ങനെ മെൻഷൻ ചെയ്തേക്കുന്നത് കണ്ടതാണ്. ആ ഡോക്ടറിനെ അറ്റൻഡ് ചെയ്തൊരു പേഷ്യൻ്റ് പറഞ്ഞു അവർക്ക് സ്വന്തം കുഞ്ഞിനെ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ തോന്നുന്നു. നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര വിയേഡായിട്ട് തോന്നും. പക്ഷേ അത് ആ വ്യക്തി അനുഭവിച്ച ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അവരത് അങ്ങനെയൊക്കെ തന്നെ ചെയ്തു എന്നും വരും. ഒരു മൈൽഡായിട്ടുള്ളൊരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ ഒരു വിഷാദം അല്ലെങ്കിൽ ഒരു ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ മിക്കവാറും ഒട്ടുമിക്ക അമ്മമാരും കടന്നു പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പലരും അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണെന്ന് തിരിച്ചറിയാതെ, ലക്ലി കുറച്ച് പേര് അത് അറിയാതെ തന്നെ അതിനെ ഓവർകം ചെയ്യുന്നു. ചില ആളുകൾ അതിൻ്റെ എക്സ്ട്രീം വേർഷനിലോട്ട് എത്തുന്നു. ചില വ്യക്തികൾ അതിനെ എയർലി തന്നെ മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ബെറ്റർ റിക്കവറി ഉണ്ടാകുന്നു. ഇങ്ങനെ ഇത് ഓരോ വ്യക്തികളിലും ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഉണ്ടായിരുന്ന ഒരാളെ അല്ല, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ആകെ മാറിപ്പോയെന്ന് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഫുള്ളി ആളായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ്റെ ഈ ഒരു കോംപ്ലിക്കേഷൻസിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ദ സിംറ്റംസ് ഓഫ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു നമുക്കറിയാം നോർമലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സിംറ്റംസിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ
ചെയ്യുകയാണ് ആസ് എ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഫാമിലി മെമ്പേഴ്സിനും പാർട്ട്നേഴ്സിനും ഉണ്ടാവണം. ഇപ്പോഴും സ്റ്റിൽ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സിംറ്റംസ് വന്നു കഴിയുമ്പം അമ്മമാരെ ബ്ലെയിം ചെയ്യുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചുള്ള. അതിനകത്ത് ഹസ്ബൻഡ് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ 2 പേരുടെയും കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഇങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ, അത് നിന്റെ കുഴപ്പമാണ് എന്ന് വൈഫിനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്ന ഒരു ഹസ്ബൻഡ്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഷോർട്ട് മൂവി ആയിരുന്നു അത്. അതിനകത്ത് അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചുള്ള ഒരു ലാക്ക് ഓഫ് നോളജ് ആണ്. ഒരുപാട് ആൾക്കാർക്കും അറിയത്തില്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന്. പണ്ട് കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്, ആളുകൾ ഇതിനകത്തൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത് മനസ്സിലാക്കുകയോ അതിന് വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. നമുക്കറിയാം ഒരുപാട് സ്ത്രീകൾ പ്രസവത്തിന് ശേഷം സെൽഫ് ഹാം ചെയ്യുകയും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തേക്കുന്ന ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അൺഐഡന്റിഫൈഡ് കേസസ് ഓഫ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഈ കുഞ്ഞിന് നമ്മൾ കെയർ കൊടുക്കുന്നത് പോലെ തന്നെ ഈക്വൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കെയർ കിട്ടേണ്ട ഒരാളാണ് അമ്മ. ഒരു കഴിഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവർക്ക് കൊടുക്കേണ്ട, പണ്ടുകാലം മുതലുള്ള ആൾക്കാർ പറയും പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ നന്നായിട്ട് പരിചരിക്കണം എന്ന്. ഇപ്പോൾ അതിൻ്റെ നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട് പ്രസവാനന്തര ശുശ്രൂഷകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. എങ്കിലും ആ സമയത്ത് അവർക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി നല്ല അറ്റൻഷൻ തന്നെ കിട്ടേണ്ടതായിട്ടുണ്ട്. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് 3 5s, 5 days in the bed, 5 days on the bed and 5 days around the bed. ഡെലിവറി കഴിഞ്ഞ ഒരമ്മമാരെ ഏകദേശം 15 ദിവസത്തോളം അവരുടെ കട്ടിലും ബെഡുമായിട്ട് ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണം എന്നാണ്. അതായത് അതിനപ്പുറത്തോട്ട് ഒരു വലിയ ടാസ്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻ്റൽ ഫിസിക്കൽ കപ്പാസിറ്റി ആ സമയത്ത് അവർക്കില്ല. അവർക്ക് എല്ലാ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ നിന്നും, അപ്പം മൂത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കെയറിൽ നിന്നും എല്ലാം മാറി നിന്ന് സെൽഫ് കെയറിനും ന്യൂ ബോണിൻ്റെ കെയറിനും വേണ്ടിയിട്ട് മാത്രമായിട്ട് അവർ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയമാണ് ഒരു ഇനീഷ്യൽ 15 periods എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 15 period കൊണ്ട് തന്നെ അവർ അത്യാവശ്യം ഒരു നോർമൽ അവരുടെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യമൊക്കെ തന്നെ ചെയ്യാൻ പാകത്തിന് അവർ മെൻ്റലി ഫിസിക്കലി അവരൊന്ന് ഫ്രീ ആയിട്ടൊരു ബാക്ക് ടു നോർമലിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം പീരീഡാണ് ആ ഒരു മിനിമം ഒരു 15 days എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് 15 days അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക, അവരെ കൂടുതലായിട്ടുള്ള മറ്റു കാര്യങ്ങളിലോട്ട് എൻഗേജ്ഡ് ആക്കാതിരിക്കുക, മാക്സിമം റെസ്റ്റ് കൊടുക്കുക, അവർക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ്റ്, അവരുടെ മൂഡിനെ റിലാക്സ്ഡ് ആക്കാൻ പറ്റുന്ന ഒരു എൻവിയോൺമെൻറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. മാക്സിമം ഫാമിലിയും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഡെലിവറി കഴിയുമ്പോൾ മിക്കവാറും അമ്മമാർക്ക് അതുവരെ പ്രഗ്നൻസിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ഒരു ഇമോഷണൽ അറ്റൻഷൻ അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയും. കാരണം എല്ലാവരുടെയും അറ്റൻഷൻ കുഞ്ഞിലോട്ട് മാറിപ്പോകും. അപ്പോൾ പ്രഗ്നൻസിയിലാകുമ്പം ഏത് സമയം അമ്മമാരെ ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ടിരുന്ന ഫാമിലി മെമ്പേഴ്സും പാർട്ട്ണറും ഒക്കെ അവരുടെ കൂടുതൽ അറ്റൻഷൻ കുഞ്ഞിലോട്ട് പോകും. അപ്പം അമ്മയുടെ റോൾ ആ ഒരു പ്രഗ്നൻസി ഡെലിവറിയോടെ കഴിഞ്ഞു എന്ന ഒരു തോന്നൽ പല അമ്മമാർക്കും ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം അവരുടെ ആ ഇമോഷണൽ ആസ്പെക്റ്റിനെ ചിലപ്പോൾ ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അമ്മമാർക്ക് കൊടുക്കുന്ന പ്രോപ്പറായിട്ടുള്ളൊരു കെയർ ആൻഡ് അറ്റൻഷൻ ഒരു പരിധി വരെ ഈ പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു മാരകമായ അവസ്ഥയിലോട്ട് പോകാതെ അമ്മമാരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഡിപ്രഷൻ്റെ ഒരു പ്രശ്നം നമ്മൾ അറിയാതെ പോകും, അതായത് അമ്മമാരും അറിയില്ല, കൂടെ ഉള്ളവരും അറിയാതെ പോകും ഈ സിംറ്റംസ്. അങ്ങനെ അൺഅറ്റൻഡഡ് ആയിട്ട് വരുന്ന പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ പലതും സൂയിസൈഡ് എന്ന ഒരു വലിയ ഇഷ്യൂവിൽ അവസാനിക്കാറുമുണ്ട്. ഇനി എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള ട്രീറ്റ്മെൻറ്റ്? നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് തന്നെ ഈ സിംറ്റംസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് സെൽഫ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ പാർട്ട്ണറോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒരു സിംറ്റംസ് സംതിങ് വിയേർഡ് ആയിട്ടുള്ളൊരു സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഒരു പേഴ്സണൽ GP കാണും, GPയുടെ അടുത്ത് കാര്യങ്ങൾ പറയുക, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്, എൻ്റെ ഇമോഷൻസിന് ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം GP അടുത്ത് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ GP നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോട്ടോ റെഫർ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ആൻറ്റി ഡിപ്രസൻസ് അല്ലെങ്കിൽ ആൻസിയോലൈറ്റിക് ഏജൻസ് വഴിയിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മമാർക്കൊക്കെ ഉള്ള ഒരു ടെൻഷനാണ്, നമ്മളിങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു സിംറ്റംസ് വന്നു, ഞാൻ ഡോക്ടറെ കണ്ടു, ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു, ആ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞിന് അത് ഹാംഫുൾ ആവത്തില്ലേ എന്ന്. ബ്രസ്റ്റ് ഫീഡിങ് സേഫ് ആയിട്ടുള്ള ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്, അതൊരു രീതിയിലും കുഞ്ഞിനെ ബാധിക്കത്തില്ല. ആ ഒരു
സമയത്ത് അല്ലെങ്കിൽ ഈ പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് ഈ മെഡിക്കേഷൻ തന്നെ വേണം എന്നുള്ളതൊരു വാസ്തവമാണ്. നമ്മുടെ ഈ ഹോർമോൺസിനെയും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഈ കെമിക്കൽസിനെയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മെഡിക്കേഷൻ തന്നെ വേണം. അതിനോട് കൂടിയിട്ടുള്ള സൈക്കോ തെറാപ്പീസ്, കൗൺസിലിങ്, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റിസോഴ്സുകളെ നമ്മൾ യൂസ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെൻ്റലി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ പോലെ എന്തെങ്കിലും ആകട്ടെ ഒരു സൈക്കോളജിക്കൽ ഒരു ഇഷ്യൂ കൊണ്ട് ഒരു ഡോക്ടറെ കാണുക, അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് എടുക്കുക എന്നൊക്കെ ഉള്ളത് സ്റ്റിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മ തന്നെയാണ്. ആളുകൾ എന്ത് വിചാരിക്കും, എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറയത്തില്ല, അതെൻ്റെ ഫാമിലീനെ എൻ്റെ കുഞ്ഞുങ്ങളെ ബാധിക്കത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അസുഖം പോലെ തന്നെയാണ് മനസ്സിൻ്റെ അസുഖം, അല്ലേ? നമുക്കിപ്പോൾ ഒരു പനി വരുവാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നമുക്ക് പനിയാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്കും മനസ്സിലാകും നമ്മൾക്ക് നമ്മുടെ ഒരു പോർഷൻ ഇഞ്ചുവേർഡ് ആണെന്ന്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരോട് പറയാതെ അല്ലെങ്കിൽ നമ്മൾ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കാതെ മറ്റൊരാൾക്കും അത് കാണാനായിട്ടോ അനുഭവിക്കാനായിട്ടോ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ഡിപ്രഷൻ എന്നുള്ളൊരു വസ്തുത അതിനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതും അതിൻ്റെ സിവിയോറിറ്റി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നതും. ബിക്കോസ് ഒരിക്കലും ഡിപ്രഷൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും അതിൻ്റെ ഒരു സിവിയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻ്റ് കടന്നു പോകുന്ന ഒരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് നമ്മൾ കൂടെയുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരത് അനുഭവിച്ചിട്ടില്ല. നമ്മൾ അനുഭവിച്ചേക്കുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പം ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുക. ഈ വിധത്തിലുള്ള സോഷ്യൽ സ്റ്റിഗ്മാസ്, ഇങ്ങനത്തെ തോട്ട്സൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിന് ആ ട്രീറ്റ്മെൻറ്റിലോട്ട് തന്നെ പോവുക. വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നാൽ നമ്മളിത് ഹൈഡ് ചെയ്ത് വെച്ച് മറ്റാരും അറിയാതെ നമ്മൾ തന്നെ ഇത് ടോളറേറ്റ് ചെയ്ത് ഒരു ലെവലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലോട്ട് പോകും. നമ്മൾ മെൻഷൻ ചെയ്തു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ വേഴ്സ്റ്റ് കേസസിൽ സൂയിസൈഡ്, കുഞ്ഞിനെ ഹാം ചെയ്യൽ, അങ്ങനെ പല അവസ്ഥകളുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ പോകും. അപ്പോൾ അതിലോട്ട് എത്താതെ നമ്മൾ തന്നെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. ഇനിയിപ്പം അടുത്തതായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്തു ഫാമിലി ആൻഡ് പിയർ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട്. നമുക്ക് ആരെങ്കിലും ഇപ്പം നമ്മുടെ പാർട്ട്ണർ ആവണം എന്നില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു റിലേറ്റീവോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളാണ് അങ്ങനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, നിങ്ങൾ എന്താണ് പ്രശ്നം, എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്താ നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് വരുത്തുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യത്തിലും അമ്മയുടെ കാര്യത്തിലും ഒക്കെ നമുക്ക് ആ ഒരു പോസ്റ്റ്നേറ്റൽ ടൈമിൽ അവരെ ഒന്ന് ഫിസിക്കലി ആണെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം നമുക്ക് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടോ സിസേറിയൻ സെഷൻ കഴിഞ്ഞിട്ടോ ഒക്കെ അതിൻ്റെ വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കുഞ്ഞിൻ്റെ ഫുൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻ്റൽ ഫിസിക്കൽ കപ്പാസിറ്റി അമ്മമാർക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ മാക്സിമം ഫാമിലി സപ്പോർട്ട് ആ സമയത്ത് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ നോക്കാനോ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാനോ ഒക്കെ സമയം ഫാമിലി ഹെൽപ്പ് ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ്, പ്രോപ്പറായിട്ടുള്ള ഉറക്കം ഇതൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ രാത്രിയിലെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞിന് നമുക്കറിയാം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫീഡിങ് കാണും. ചില കുഞ്ഞുങ്ങൾ തീരെ സെറ്റിൽ ആവത്തില്ല, കുറേ ദിവസങ്ങളിലോട്ട് അവർ രാത്രിയിൽ ഉറങ്ങാതെ കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അമ്മമാരുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പം പകൽ സമയത്ത് കുഞ്ഞ് എപ്പോഴെങ്കിലും ഒക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അമ്മമാരും കുറച്ച് നേരം പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ന്യൂട്രീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി ഒരുപാട് എനർജി യൂസ് ചെയ്യുന്നുണ്ട് കുഞ്ഞിന് ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. നമ്മുടെ ഡെലിവറി സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ കടന്നു പോകുന്ന ഇമോഷണൽ സ്ട്രെസ്സ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒരുപാട് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടായ ലോസിനെ എല്ലാം കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക, നന്നായിട്ട് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ
ഒരു ദിവസം ഒരു കുറച്ച് സമയമെങ്കിലും സെൽഫ് ടൈം എടുക്കുക. അതിപ്പം ഒരു ഗ്ലാസ് കോഫി കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം ആയിക്കോട്ടെ, കുഞ്ഞോ വേറെ ആരുമോ ഇല്ലാതെ നമ്മുടെ ഒരു സെൽഫ് ടൈം എടുക്കാൻ പറ്റുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചാണ് ഈ ഡെലിവറിയോട് കൂടി ഉണ്ടാകുന്നത്. നമ്മൾ ഒരുപാട് സമയം നമുക്ക് തന്നെയായിട്ടുണ്ടായിരുന്ന ഒരുപാട് സമയം നമ്മൾ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് അത് ഡിവൈഡ് ചെയ്ത് കുഞ്ഞിന് വേണ്ടിയിട്ടും ഒക്കെ പോകുമ്പം ആദ്യ സമയം നമുക്കതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എനിക്ക് എൻ്റെ സമയമുണ്ട് എന്ന ഒരു ഫീലിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഒരു ഡെയിലി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ്, അപ്പം അത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഡെലിവറി കഴിഞ്ഞിട്ട് കുറേ കാലത്തേക്ക് നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ GP-നെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ മെൻ്റൽ ഇഷ്യൂസും കൂടെ എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓർക്കുക, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത്. നമ്മൾ ഒരു പരിധി വരെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയാൽ മാത്രമാണ് നമ്മുടെ ബേബിയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെയും ടോട്ടലി ആയിട്ടുള്ളൊരു ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഓർക്കുക, പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു എൻഡ് അല്ല, അതൊരു നമുക്ക് ട്രീറ്റബിൾ അല്ലെങ്കിൽ ക്യൂറബിൾ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എത്ര ഏർലി ആയിട്ട് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ. നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനോ ഒരു പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ സിംറ്റംസിനെ നിങ്ങൾ അവഗണിച്ച് കളയാതിരിക്കുക. അതിന് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ എടുക്കാൻ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അവർക്കിപ്പം ഓസ്ട്രേലിയയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് ഓൺലൈൻ സർവീസുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ബാഡ് മൂഡ് വന്നു, ഒരു സെൽഫ് ഹാം ടെൻഡൻസി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് നമുക്കതിനെ ചില മൊമെൻറ്റിന് നമ്മതിനെ റിയലൈസ് ചെയ്യുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ പോയി കാണാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ഫോണിൽ കൂടെ കിട്ടാവുന്ന കൗൺസിലിംഗ് ആൻഡ് തെറാപ്പീസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ. അങ്ങനെയുള്ള കുറേ സർവീസസിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ ഏത് രാജ്യത്താണോ അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന റിസോഴ്സുകളെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ അമ്മമാരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചിലപ്പോൾ പാർട്ട്നേഴ്സും ഇതുപോലെ ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കാറുണ്ട്. അവരും ഈ പ്രഗ്നൻസിയിലും ഡെലിവറിയുടെ സമയത്തൊക്കെ ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ തന്നെയാണല്ലോ കടന്നു പോകുന്നത്. പറ്റേണൽ ഡിപ്രഷൻ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഈ രീതിയിലുള്ള എല്ലാ സർവീസുകളും റിസോഴ്സുകളും അവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഡെലിവറി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, നാട്ടിലായിരുന്നു, ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ മമ്മിയാണ് നോക്കിയത്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അറിയത്തില്ലായിരുന്നു. കൊച്ചിനെ ഫീഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്യാതിരുന്നത്. ഈവൻ ഫസ്റ്റ് ഡെലിവറി ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ളൊരു കംഫർട്ട് സോണിൽ കൂടിയായിരുന്നു ആ സമയത്ത് പോയത്. പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് ഡെലിവറി നമ്മൾ ഓസ്ട്രേലിയയിലായിരുന്നു, നമുക്ക് ഒരു ഫാമിലി സപ്പോർട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആ സമയമായപ്പോൾ തന്നെ എൻ്റെ മമ്മി മരിച്ചുപോയി. അപ്പം എനിക്ക് അതൊരു വലിയ ട്രോമയായിരുന്നു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച പല കാര്യങ്ങളും ഇതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർ എഫക്റ്റ് കൊണ്ട് സെക്കൻഡ് ഡെലിവറിയിലും തേർഡ് ഡെലിവറിയിലും എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു, കാരണം എൻ്റെ ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു സോഷ്യൽ ട്രിഗേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം എനിക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു മൈബി ഞാൻ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലോട്ട് പോയേക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനത് പർപ്പസ്ഫുള്ളി ഞാനതിന് കൂടുതൽ നോട്ട് ചെയ്യുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു വലിയ കുഴിയിലോട്ടായി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ആഴത്തിലുള്ള ഒരു കടലിൻ്റെ ആഴത്തിലോട്ട് നമ്മൾ ഒറ്റയ്ക്കായി പോവുക. നമ്മുടെ ഇന്നർ മൈൻഡിൽ നമുക്ക് ആഗ്രഹമുണ്ട് ഈ കുഴിയിൽ നിന്നല്ല ഈ കുഴിയിൽ നിന്ന് തിരിച്ച് കയറി വരണം, അല്ലെങ്കിൽ ഈ കടൽ നീന്തി കടന്നു പോകണം എന്ന്. പക്ഷേ നമ്മുടെ കൈയും കാലും നമ്മുടെ മനസ്സും നമ്മുടെ ബോഡിയും ഒന്നും അതിനെ സമ്മതിക്കുന്നില്ല. നമ്മൾ പിടിച്ച് കിട്ടിയിട്ടതുപോലെ ആ ഒരു കുഴിയിൽ തന്നെ നമ്മളായിരിക്കും. അപ്പം ആ കുഴിക്ക് മുകളിൽ നിൽക്കുന്ന ഒരാൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, അല്ല അവർ ചിന്തിക്കും, നിനക്ക് പിടിച്ച് കയറി വന്നൂടെ, ഈ സൈഡിൽ കാണുന്ന വള്ളിയിൽ പിടിച്ച് തൂങ്ങി വന്നൂടെ, അല്ലെങ്കിൽ കാണുന്ന കല്ലിൽ ചവിട്ടി മുകളിലോട്ട് വന്നൂടെ. പക്ഷെ നമ്മളെ കൊണ്ട് അത് സാധിക്കത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ. പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ എന്നല്ല, ഏതാണെങ്കിലും ഒരു ഡിപ്രഷൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ എന്താ പറയണ്ടേ, അത് അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രം മനസ്സിലാകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഫീലിങ്സ്. എനിക്ക്
എന്താ പറയേണ്ടത്, എസ്പെഷ്യലി 3rd ഡെലിവറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് 2nd ബേബി 2 വയസ്സായിട്ടില്ല. അപ്പോൾ 2 ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സിസേറിയൻ സെഷൻ ആയിരുന്നു. നമ്മുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകാതെ പറ്റത്തില്ല, കാരണം നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. ഒരു മൂത്ത മോൻ സ്കൂളിൽ പോകുന്നു, അവൻ 9 വയസ്സ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ പറയേണ്ടത്, എന്നാൽ എൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ എന്നെ ഇതിന് അലോ ചെയ്യുന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അതിനെ ഒന്ന് പോപ്പപ്പ് ചെയ്ത് എന്താ പറയണ്ടേ, എങ്ങനെ അതിനെ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാനൊരു പ്രോപ്പറായിട്ട് ആ ഒരു സമയത്ത് എൻ്റെ GP-നെ കണ്ടു, കൗൺസിലിങ്ങുകൾ എടുത്തു, മെഡിക്കേഷൻ സപ്പോർട്ട് കുറച്ച് നാളത്തേക്ക് എടുത്തു. അങ്ങനെയൊക്കെ ഞാൻ ആ ഒരു പ്രശ്നത്തെ പ്രോപ്പർലി ഞാനത് മാനേജ് ചെയ്തു തിരിച്ചു വന്നു. ഇപ്പം തിരിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ എന്താ പറയേണ്ടത്, ഞാൻ കടന്നു വന്നത് ഒരു വളരെ വലിയൊരു ടാസ്ക്കാണ് എന്നെനിക്ക് മനസ്സിലാവും. അതപ്പം എനിക്ക് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ ഒരു സപ്പോർട്ട് കിട്ടി. ആ ഒരു സമയത്ത് ഞാനതിനെ ഓവർകം ചെയ്തു വന്നു എന്നതിൽ ഞാനിപ്പം ഭയങ്കര പ്രൗഡാണ്. അപ്പം അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ലാത്ത ഒന്നല്ല, നമുക്കതിനകത്തുനിന്ന് രക്ഷപ്പെടാം. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ സംരക്ഷിക്കുക. നമുക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്കിയുള്ള നമ്മുടെ ഫാമിലിയിലെ പ്രയോറിറ്റീസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. ഇതിനകത്തുനിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയണ്ടേ, ഞാനിത് തിരിച്ചു പോകണം, എനിക്കിത് തിരിച്ചു പോകണം, അല്ലെങ്കിൽ നോർമൽ ലൈഫിലോട്ട് വരണം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ എനർജിയും യൂസ് ചെയ്ത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ എനർജി യൂസ് ചെയ്ത് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇഷ്ടമുള്ളൊരു മേഖല കാണുമല്ലോ എന്തെങ്കിലും. ചിലവർക്ക് പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ ജിമ്മിൽ പോകാനോ, ഈ പറഞ്ഞ പോലെ ഇപ്പം ഇതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ആയിരിക്കാം ചിലവർക്ക് ഇഷ്ടമുള്ളത്. അങ്ങനെ എന്ത് മേഖലയിലാണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ളത് അതിലോട്ട് തിരിച്ചെത്തിപ്പെടാൻ വേണ്ടിയിട്ട്, മുന്നേ നിങ്ങൾ സ്റ്റാറായിട്ട് നിന്നിരുന്ന ആ ഒരു മേഖലയിലോട്ട് തിരിച്ചെത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ എനർജിയും യൂസ് ചെയ്ത് നിങ്ങൾ അതിനകത്തോട്ട് തുഴഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അതിന് നമുക്ക് അഡീഷണലി കിട്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കുറച്ച് കാലങ്ങൾ കൊണ്ട്, ചിലപ്പം മന്ത്സാവാം, ചിലപ്പം ഫ്യൂ ഇയേഴ്സ് ആകാം, നമുക്ക് തിരിച്ച് നമ്മളായിട്ട് തന്നെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാ അമ്മമാർക്കും ഹാപ്പി മദർഹുഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.